ഹലോ ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. മലയാളത്തിൻ്റെ ഏറ്റവും വലിയ ചിത്രമാണ് എമ്പുരാൻ. എമ്പുരാൻ ഇന്ന് നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, സിനിമ ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് അടുക്കുകയാണ്. ഇതിനോടകം തന്നെ 82 കോടിയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ നേടിക്കഴിഞ്ഞിരിക്കുന്നത്. ഇനി വെറും 7.5 കോടി കഴിഞ്ഞാൽ, 8 കോടി നേടിയാൽ, അല്ലെങ്കിൽ 7.5 കോടി ജസ്റ്റ് കഴിഞ്ഞ് കിട്ടിയാൽ സിനിമ ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് എത്തുകയാണ്. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരുന്ന കാര്യം പരിഗണിക്കണമെന്ന് ഇതിനിടയിൽ ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ 75,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും. ഇവിടെ 2-3 ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആളുകൾ ആകാംക്ഷയോടെ തന്നെ കാത്തിരിക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ഒന്ന് സിനിമ ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചു എന്ന് പറയുന്ന വാർത്തകൾ, 2 ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കുമോ എന്നുള്ള വാർത്ത, മറ്റൊന്ന് എമ്പുരാൻ വിജയിക്കാൻ എത്ര വേണം, എമ്പുരാൻ്റെ ബഡ്ജറ്റ് എത്ര. ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ന് ചോദിക്കുന്നതും സെർച്ച് ചെയ്യുന്നതുമൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇൻഡസ്ട്രി ഹിറ്റിൻ്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അതിനു മുമ്പ് നമുക്ക് പറയാനുള്ളത്, സിനിമ ഇതുവരെ നേടിയിരിക്കുന്നത് 250 കോടി വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ആദ്യമായിട്ടാണ് ഒരു മലയാള സിനിമ 250 കോടി കടക്കുന്നത്. അതായത് ഇപ്പോൾ വേൾഡ് വൈഡ് ടോപ്പ് ഗ്രോസർ ഇൻ മലയാളം എന്നുള്ള ലെവലിലേക്ക് ഈ സിനിമ എത്തിയിരിക്കുകയാണ്. ഇതിനു മുകളിലേക്ക് വേറെ ഒരു സിനിമയും ഇപ്പോൾ നിലവിലില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം നോക്കുമ്പോൾ മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായി എമ്പുരാൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു. വെറും 11 ദിനങ്ങൾ കൊണ്ടാണ് സിനിമ ഈ ഒരു നേട്ടം നേടിയിരിക്കുന്നത്. ഇനി ഇൻഡസ്ട്രി ഹിറ്റിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ, ഇതിന് മുന്നോട്ടുള്ള അല്ലെങ്കിൽ 2018 എന്ന ചിത്രമാണ് ഇൻഡസ്ട്രി ഹിറ്റിൽ നിലവിൽ ഇപ്പോൾ നിൽക്കുന്ന 89.5 കോടിയോളമാണ് സിനിമ നേടിയത്. ആ ഒരു കളക്ഷൻ കടക്കണമെങ്കിൽ ഇനിയും വെറും 7 കോടിക്ക് അടുത്ത് മതി എമ്പുരാൻ എന്ന സിനിമയ്ക്ക്. ഇന്നലെ വരെയുള്ള കളക്ഷൻ പറയുന്നു 82 കോടിയോളമാണ് സിനിമ വേൾഡ് വൈഡ് ആയിട്ട് കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് നേടിയിട്ടുള്ളത്. അപ്പം ഒരു ഇൻഡസ്ട്രി ഹിറ്റ് നമ്മളെപ്പോഴും നോക്കുന്നത് മലയാളത്തിൽ തന്നെയാണ്. അതാത് സിനിമകളുടെ തട്ടകത്തിൽ ആ സിനിമ നേടുക എന്നുള്ളതാണ്. പിന്നീട് മറ്റൊരു കാര്യം ചോദിക്കുന്നത് ആളുകൾ, ഇവിടെ സിനിമ പരാജയമായിട്ടും എങ്ങനെയാണ് ഈ ഹിറ്റ് അല്ലെങ്കിൽ ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് പറയുന്നത്. ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് പറയുന്നത് വിജയിക്കുന്ന സിനിമ എന്നുള്ള പേരിൽ മാത്രമല്ല എന്നുള്ളത് കാര്യം എടുത്ത് പറയാം. തിയേറ്ററിൽ നിന്ന് ഓടി ഒരു സിനിമ വിജയിക്കണമെങ്കിൽ ഇന്നത്തെ കാലത്ത് അത്ര എളുപ്പമൊന്നുമല്ല. കാരണം സിനിമയുടെ ബഡ്ജറ്റ് തന്നെയാണ് എപ്പോഴും പ്രശ്നമാകുന്നത്. മലയാളം പോലെയുള്ള ഒരു ഇൻഡസ്ട്രിയിൽ മാക്സിമം പൊട്ടൻഷ്യൽ ഓടുന്ന സിനിമയാണ് എമ്പുരാൻ. എമ്പുരാൻ്റെ താഴേക്ക് മാത്രമേ നമുക്ക് ബാക്കിയുള്ള സിനിമകൾ കാണാൻ കഴിയുന്നു. അതായത് 12-ാം ദിനവും സിനിമ നേടിയത് 1 കോടിക്ക് മുകളിലാണ് കളക്ഷൻ എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. അതായത് ട്രാക്കേഴ്സ് മാത്രം പറയുന്നു സിനിമ 76 കോടി കടന്നു എന്നുള്ളത്. അങ്ങനെയാണ് സിനിമ 82 കോടിയിലേക്ക് എത്തിയത്. അതായത് 7 കോടിയും കൂടെ കഴിയുമ്പോൾ നിലവിലുള്ള മലയാളത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ, അതായത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷൻ നേടിയ സിനിമകളിൽ നമ്പർ 1 ആകാൻ പോകുന്നു എമ്പുരാൻ. അങ്ങനെയാണെങ്കിൽ ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കുക എന്നുള്ളതാണ്. അവിടെയാണ് മറ്റേ ആ ഒരു ചോദ്യത്തിൻ്റെ പ്രസക്തി വരുന്നത്. സിനിമ വിജയിക്കുമോ, വിജയിക്കാൻ എത്ര വേണം? വിജയിക്കണമെങ്കിൽ നോർമലായിട്ട് ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കോടി അല്ലെങ്കിൽ ഒരു 10 കോടി മുടക്കുന്ന ചിത്രമാണെങ്കിൽ അത് വിജയിക്കാം, അല്ലെങ്കിൽ ഒരു ഹിറ്റ് സ്റ്റാറ്റസിലേക്ക് എത്തണമെങ്കിൽ, മുതൽ മുടക്ക് തിരിച്ചു പിടിക്കണമെങ്കിൽ 20 കോടിക്ക് മുകളിൽ 22 കോടിയോളം ഒക്കെ എത്തിയാലാണ് പടം മുടക്ക് മുതൽ തിരിച്ചു പിടിച്ചു എന്ന് പറയുന്നത്. അങ്ങനെ എത്തുന്ന സിനിമ വിജയം എന്നാണ്. കാരണം ഒരാൾ മുടക്കിയ കാശ് അത് തിരിച്ചു പിടിച്ചു എന്ന് പറയുന്ന ലെവലിൽ തന്നെയാണ് കാര്യങ്ങൾ. അതിൽ തന്നെ പല തർക്കങ്ങൾ നിൽക്കുന്നുണ്ട്. ഇന്ന് പ്രൊഡ്യൂസർ അസോസിയേഷൻ പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് പോരാ എന്ന് പറയും. പക്ഷേ സ്വാഭാവികമായിട്ടും നമ്മൾ നോക്കുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ്. ഇവർക്ക് ഡിവൈഡ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതായത് പ്രൊഡ്യൂസർ ഷെയർ, അതേപോലെ തന്നെ തിയേറ്റർ ഷെയർ, അതുകൂടാതെ ഇൻകം ടാക്സ്, ഇതെല്ലാം. അതായത് ഇൻകം ടാക്സ് എന്ന് പറയുന്നത് ഓരോ മനുഷ്യൻ്റെയും അല്ലെങ്കിൽ ഓരോ വ്യക്തിയുടെയും വരുമാനത്തിൽ നിന്ന് കൊടുക്കേണ്ട, അതിനെ മാറ്റി നിർത്താൻ കഴിയുന്നതല്ല. ഇവർ പറയുന്നതനുസരിച്ചിട്ട് ഒരു 100 കോടി കിട്ടുകയാണെങ്കിൽ വെറും 33 കോടി മാത്രമാണ് അല്ലെങ്കിൽ 35 കോടിക്ക് അടുത്താണ് പ്രൊഡ്യൂസർക്ക് കിട്ടുന്നത്. അതിൽ നിന്ന് ടാക്സ് പോകുമെന്നൊക്കെ പറയുന്നത് അതൊക്കെ വെറുതെ ശുദ്ധ അസംബന്ധം എന്ന് തന്നെ പറയാം. അങ്ങനെയാണെങ്കിൽ പണിയെടുക്കാതെ സർക്കാരിൽ നിന്ന് അരി മേടിച്ച് ഉള്ളത് കടത്തിണ്ണയിലിരിക്കുക. അപ്പോൾ സർക്കാർ ഇഷ്ടത്തിന് ഇത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ആൾക്കാർക്ക് നല്ല ലെവലിൽ ഒരു മാസത്തിൽ തന്നെ ഒത്തിരി അരിയും പഞ്ചസാരയും ഇതെല്ലാം നല്ല നൽകുന്നുണ്ട്. അപ്പം അത് മേടിച്ചിരിക്കുക, അല്ലാതെ സിനിമ ബിസിനസ്സിന് ഇറങ്ങാൻ നിൽക്കാതിരിക്കുക. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ ഒരു സിനിമയുടെ ബഡ്ജറ്റ് നമ്മൾ കേട്ടത് 3 തരത്തിലാണ്. ഒന്ന്, ഈ ഒരു സിനിമയുടെ ബഡ്ജറ്റ് ആദ്യ ദിനങ്ങളിൽ കേട്ടത് 250 കോടിക്ക് മുകളിലാണ്. കാരണം ഈ ഒരു സിനിമ ചിന്തിക്കുമ്പോൾ അത്രത്തോളം ഉണ്ട് എന്നുള്ള തോന്നിപ്പോകാം. പിന്നീട് നമുക്ക് പൃഥ്വിരാജിൽ നിന്ന് തന്നെ ഒരു അപ്ഡേറ്റ് വന്നിരുന്നു. അതായത് ഈ ഒരു സിനിമയുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഞങ്ങളെങ്ങും പറഞ്ഞിട്ടില്ല എന്നുള്ളത്, നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാളും കുറവായിരിക്കും എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. പിന്നീട് നമുക്ക് കിട്ടിയ മറ്റൊരു കാര്യം, ഇതിനിടയിൽ സുരേഷ് കുമാർ പറയുന്നു 145 43 കോടിയോ എന്തൊക്കെയാണ് എന്ന് ആൻ്റണി എന്നോട് പറഞ്ഞു എന്നുള്ള കാര്യം. അത് ഈ പറഞ്ഞ പോലെ പടം പകുതി എത്തിയെന്ന സമയത്തോ അല്ലെങ്കിൽ പടം റിലീസിന് മുമ്പൊക്കെയുള്ള സമയത്താണ്, പ്രൊമോഷനൊന്നും ഇല്ലാതെയാണ് എന്നുള്ളതാണ്. അത് നമ്മളത്ര വിലക്കെടുത്തില്ല. കാരണം അതിനൊന്നും വലിയ വാല്യൂ നമ്മൾ കൊടുക്കാറില്ല.
പക്ഷേ പിന്നീട് നമുക്ക് ലഭിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോകുലം ഗോപാലൻ ഒരു അഭിമുഖത്തിൽ ഈ സിനിമ ഏറ്റെടുക്കുന്ന ലൈക്ക പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് ഏറ്റെടുക്കുന്ന സമയത്ത് പറഞ്ഞു 180 കോടി ബഡ്ജറ്റിൽ വരുന്ന സിനിമ, അത് നമുക്ക് ഒരു വാല്യൂബിളാണ്. കാരണം അതിൻ്റെ അന്നേരത്തെ പ്രൊഡ്യൂസറായി കയറിയേക്കുന്ന വ്യക്തി പറഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെ ഏത് എമൗണ്ട് ആണെങ്കിലും ഒരു കാര്യം ആലോചിക്കാം, 143 കോടി ആണെങ്കിൽ 286 കോടിക്ക് മുകളിൽ കിട്ടിയാലാണ് സിനിമ തിയേറ്ററിൽ നിന്ന് പ്രോഫിറ്റബിൾ ആകുന്നത്. ഇനിയിപ്പോൾ 250 ആണെങ്കിൽ 500 കോടി വേണം, അതല്ല 180 ആണെങ്കിൽ 360 കോടിയോളം നേടണം എന്നുള്ള കാര്യവുമാണ് പറയാനുള്ളത്. ഇവിടെ നമുക്ക് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. എല്ലാവരും ഒരേപോലെ പറഞ്ഞിരിക്കുന്ന കാര്യം വേറെ ഒന്നുമല്ല, മോഹൻലാലും പൃഥ്വിരാജും ഇതിനിടയിൽ പ്രതിഫലം വാങ്ങിയിട്ടില്ല, ഒരു പൈസ പോലും വാങ്ങിയില്ല. പലപ്പോഴും പല ചർച്ചകളിലും ഈ പറഞ്ഞ പോലെ പൃഥ്വിരാജ് അത് വലിയ രീതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇന്ന് ED ആ കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ അത് നമുക്ക് അതിൻ്റെ സത്യാവസ്ഥയും കാര്യങ്ങളുമൊക്കെ അറിയാം. പ്രതിഫലം ഇല്ലാതെ അഭിനയിക്കുന്ന പൃഥ്വിരാജിൻ്റെ കാര്യങ്ങളൊക്കെ ED ചോദിക്കുന്നുണ്ട്. അപ്പം അത് ആ ഒരു വഴിക്ക് പോകട്ടെ. അപ്പം നമ്മൾ ആ ഒരു ചർച്ചയിലല്ല വരുന്നത്. നമ്മുടെ ചർച്ച ഒരു സിനിമ വിജയിക്കണമെങ്കിൽ ഇപ്പോൾ ലഭ്യമായ കണക്കുകൾ പ്രകാരം ഈ സിനിമയ്ക്ക് 250 കോടിയോളമാണ്. ഈ സിനിമ ഇറങ്ങുമ്പോൾ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററിൽ നിന്ന് കാശ് വാരി അല്ലെങ്കിൽ വിജയിച്ചിട്ട് പോകാമെന്നുള്ളതല്ല, പക്ഷേ ബിസിനസ് വൈസ് സിനിമ വിജയിപ്പിക്കാം. പക്ഷേ ഈ എടുത്തു പറയാനുള്ള കാര്യം 250 കോടിക്ക് മുകളിൽ നേടുമ്പോൾ സിനിമ നല്ലൊരു ഭാഗവും തിയേറ്ററിൽ നിന്ന് തന്നെ നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു ഇപ്പം 150 148 150 കൂടുക റൗണ്ട് ചെയ്ത്, അല്ലെങ്കിൽ 143 കൊടുക്കാം. ഈ 286 കോടി 250 കോടി ഇപ്പോൾ തന്നെ സിനിമ നേടിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു 70-80% മുകളിൽ സിനിമ തിയേറ്ററിൽ നിന്ന് തന്നെ കളക്ട് ചെയ്യുമ്പോൾ അതൊരു വലിയ കാര്യം തന്നെയാണ്. പിന്നീട് നമുക്ക് ബിസിനസ്സാണ്. ഈ സിനിമയ്ക്ക് വമ്പൻ ബിസിനസ് തന്നെയായിരിക്കും. OTT സാറ്റലൈറ്റ് എല്ലാം ചേർന്ന് വരുമ്പോൾ വലിയ ഒരു തുക തന്നെയായിരിക്കും സിനിമ വരുന്നത്. ഇതുവരെ കണ്ടതിൽ വെച്ച് ഇന്ത്യൻ സിനിമകളിൽ തന്നെ ഏറ്റവും ഉയർന്ന ലെവലിലേക്ക് ഈ സിനിമ എത്തിയിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ ഈ സിനിമ റെക്കോർഡുകൾ തൂക്കിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയൊക്കെ ഷാരൂഖ് ഖാൻ്റെ സിനിമയെ പോലും കടത്തി വെട്ടിയിട്ടുള്ള പ്രകടനം തന്നെ എമ്പുരാൻ കാഴ്ചവെക്കുന്നു. അതൊക്കെ കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ബിസിനസ് സിനിമയ്ക്ക് കിട്ടുമെന്നുള്ളതാണ്. അങ്ങനെ ബിസിനസ് വൈസും കൂടെ നോക്കുമ്പോൾ സിനിമ പൂർണ്ണമായിട്ടും ഒരു വലിയ വിജയമാകും. അതായത് ഗോകുലം ഗോപാലൻ പറഞ്ഞ 180 കോടിയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. 360 കോടിയൊക്കെ സിമ്പിളായിട്ട്, അതായത് ഇപ്പം തന്നെ സിനിമ 250 കോടിക്ക് മുകളിൽ നേടി, ബാക്കി 100 കോടി ഇതിൻ്റെ ബിസിനസ്സിൽ നിന്ന് സിമ്പിളായിട്ട് നേടും എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ ബിസിനസ് വൈസും കൂടെ നോക്കുമ്പോൾ സിനിമ ഒരു വിജയമാകാനുള്ള എല്ലാ ചാൻസുകളുമുണ്ട്. തിയേറ്ററിൽ നിന്ന് സിനിമ വിജയമാണോ എന്ന് ചോദിച്ചാൽ ഈ സിനിമ തിയേറ്ററിൽ നിന്ന് വിജയിക്കണമെങ്കിൽ ഇനിയും വേണം ഒരുപാട് എമൗണ്ട്, ഏകദേശം 80 കോടിക്ക് മുകളിൽ ഉള്ള അല്ലെങ്കിൽ 80-90 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ ഇനിയും വേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. കാരണം അത്രത്തോളം കളക്ഷൻ വരാനുണ്ട്, അല്ലെങ്കിൽ അത്രയും കിട്ടിയാൽ മാത്രം അതിനൊരു ലോങ് റൺ തന്നെ ആയിരിക്കണം സിനിമയ്ക്ക് ഉണ്ടാകുന്നത്. പക്ഷേ ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ഗംഭീരമായിട്ട് തന്നെയാണ് ഇത്രത്തോളം എമൗണ്ട് 250 കോടിക്ക് മുകളിൽ നേടി ഒരു ആവറേജ് റെസ്പോൺസ് ഉള്ള ഈ ഒരു സിനിമ ഇത്ര കയറണമെങ്കിൽ ഒറ്റ പേരേ ഉള്ളൂ, അത് മോഹൻലാൽ എന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ പലപ്പോഴും ഈ സിനിമ താഴെപ്പോണ്ടാണ്. അതേപോലെ തന്നെ പൃഥ്വിരാജിൻ്റെ ആ ഒരു ബിസിനസ് സ്ട്രാറ്റജി, അതായത് വിവാദങ്ങളിൽ കത്തിച്ച് എടുത്ത സിനിമ തന്നെയാണ്. ഒരുപക്ഷെ ആ വിവാദങ്ങളില്ലായിരുന്നുവെങ്കിൽ ഒരുപാട് ഇടിവുണ്ടായേനെയും എന്നുള്ളത് ഒരുപക്ഷെ ഇന്ന് നമ്മൾ ഈ ചർച്ചയ്ക്ക് പോലും ഒരു കാര്യം ഉണ്ടാകുമെന്നൊരു പ്രസക്തി ഉണ്ടാകുമെന്ന് പോലും തോന്നിയിരുന്നില്ല. ആ റേഞ്ചിൽ അത് പൃഥ്വിരാജിൻ്റെ ആ ഒരു ബിസിനസ് തന്ത്രം തന്നെയാണ്. ഒരുപക്ഷെ സന്തോഷ് പണ്ഡിറ്റ് കഴിഞ്ഞാൽ ഇത്രത്തോളം ബുദ്ധിപരമായി മാർക്കറ്റ് ചെയ്യുന്ന വേറൊരു വ്യക്തിയും ഇല്ല എന്ന് പറയുന്നു. 1-ാം നമ്പർ സന്തോഷ് പണ്ഡിറ്റ്, 2-ാം നമ്പർ പൃഥ്വിരാജ് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുള്ളൂ. അതിനിടയിൽ മോഹൻലാൽ എന്ന ആ ഒരു ബ്രാൻഡിനെ യൂസ് ചെയ്തു, അദ്ദേഹത്തിൻ്റെ ആ വാല്യൂ യൂസ് ചെയ്തിട്ട് ഒരു സിനിമ എത്തിക്കുന്നു എന്നുള്ളതാണ്. അവിടെ മോഹൻലാൽ അല്ലെങ്കിൽ വേറെ ഒരാൾക്കും ആ റേഞ്ചിലേക്ക് എത്താൻ കഴിയില്ല എന്നുള്ളതും നമുക്കറിയാം. പക്ഷേ ശരിക്കും മോഹൻലാലിനെ ചാറൂറ്റി എടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ അഭിനയ കഴിവുകളൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ വാല്യൂവിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പണമുണ്ടാക്കിയ വ്യക്തിയായി മാറുകയാണ് ഇപ്പോൾ നമുക്ക്, അല്ലെങ്കിൽ ആ ഒരു പ്രശസ്തി ഉണ്ടാക്കിയ വ്യക്തിയായി മാറുകയാണ് പൃഥ്വിരാജ് എന്ന് തന്നെ പറയാം. എന്താണ് സിനിമ ഒരു വിജയമാകട്ടെ, നമ്മൾ കാത്തിരിക്കുകയാണ് ഇൻഡസ്ട്രി ഹിറ്റിന് വേണ്ടി. കൂടി വന്നാൽ 10 ദിവസത്തിനുള്ളിൽ മലയാളത്തിലെ അടുത്ത ഇൻഡസ്ട്രി ഹിറ്റ് പിറക്കുമെന്നുള്ളതാണ്. വെറും 7 കോടി, അതായത് ഇപ്പോൾ സിനിമയ്ക്ക് 1 കോടിക്ക് മുകളിലുള്ള കളക്ഷനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എത്ര ലോ വന്നു കഴിഞ്ഞാലും വിത്തിൻ 10 days സിനിമ ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് എത്തും. അപ്പോൾ വീണ്ടും ഒരു ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് സിനിമ പിറക്കുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. ഗ്രേറ്റ് മീഡിയാസ്.